الشيطان الرجيم بسم الله الرحمن الرحيم ليسوا سواء من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗ്ഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്നവർ, ഭക്ഷണം നൽകിയിരുന്നവർ, ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവരുടെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ വിശ്രമിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹുവേ അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിലായി അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. ഇന്നത്തെ ഖുത്ബയിലൂടെ നമ്മോട് പറയുന്നത്, നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ മേഖലയെ ഒരുപാട് സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ നല്ലതായിരിക്കുക, നല്ല കാര്യങ്ങളായിരിക്കുക നാം പറയേണ്ടത്. വാക്ക് അവന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. നാവിലൂടെ എന്താണോ അധികമായും നമ്മുടെ സംസാരങ്ങളും മറ്റും വരുന്നത് എങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഒരു സ്വാധീനം അവന്റെ ഹൃദയത്തിലും ഉണ്ടാകും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലതായ കാര്യം അത് കലിമത്ത് തൗഹീദാണ്, അല്ലാഹുവിന്റെ വചനങ്ങളാണ്. ആ വചനങ്ങളെ നിങ്ങൾ ധാരാളമായി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. മുൻകാല വേദക്കാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനീ പ്രബോധനം നടത്തിയിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളായിട്ടുള്ള ക്രിസ്ത്യാനികളും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളായിട്ടുള്ള ജൂതന്മാരുമൊക്കെ മദീനയുടെ ചുറ്റുമുണ്ടായിരുന്നു. അവരിൽ തന്നെ യഥാവിധി ഈസാ നബി അലൈഹി ഇസ്ലാം എന്താണോ പ്രബോധനം ചെയ്തത്, മൂസാ നബി അലൈഹി ഇസ്ലാം എന്താണോ പ്രബോധനം ചെയ്തത്, അത് തന്നെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥത്തിലുള്ള അന്നത്തെ മുഅ്മിനീങ്ങളായ ആളുകൾ അഹ്ലി കിതാബികളിൽ ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞ ശേഷം, ആ അഹ്ലി കിതാബികളായ യഥാർത്ഥ അഹ്ലി കിതാബികൾ എന്തായിരുന്നു ചെയ്തിരുന്നത്, ആ ചെയ്തികൾ സ്വാലിഹീങ്ങളുടെ അടയാളമാണ് എന്നൊക്കെ ഖുർആൻ എടുത്തു പറയുന്നു ഇന്നത്തെ ഖുത്ബയിലെ ആയത്തിലൂടെ. ഇവിടെ ഈ ആയത്തിന്റെ പശ്ചാത്തലം ജൂതന്മാരായ ആളുകളും അന്നത്തെ അഹ്ലി കിതാബികളായ ആളുകളും ഒരുപാട് അതിക്രമങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് അവർക്ക് അല്ലാഹു ഒരുപാട് ശിക്ഷകൾ നൽകി എന്നൊക്കെ പറഞ്ഞ ശേഷം, എല്ലാ അഹ്ലി കിതാബികളും അങ്ങനെയല്ല, അവരിൽ നല്ലവരുമുണ്ട്, സ്വാലിഹീങ്ങളുമുണ്ട് എന്ന് ഖുർആൻ എടുത്തു പറയുകയാണ്. ലൈസു സവാഅൻ, അവരെല്ലാവരും തുല്യരല്ല എന്ന് വെച്ചാൽ എല്ലാവരും തിന്മ ചെയ്യുന്ന ആളുകളല്ല, നല്ല ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. മിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബുകളിൽപ്പെട്ട ആളുകൾ മുൻവേദക്കാരിലുണ്ട്. ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ അൽ-ലൈലി വഹും യസ്ജുദൂൻ, രാത്രികളിൽ അല്ലാഹുവിന്റെ വചനങ്ങളെ പാരായണം ചെയ്യുന്നവർ, തൗറാത്തിനെ പാരായണം ചെയ്യുന്ന ആളുകൾ, ഇഞ്ചീലിനെ പാരായണം ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിന് രാത്രിയുടെ ഇരുളിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് അല്ലാഹുവിന് കീഴ്പ്പെടുന്ന ആളുകൾ അവരിലുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. തുടർന്ന് അവരുടെ ഒരുപാട് ഗുണങ്ങൾ വിശദീകരിച്ച് ഇതെല്ലാം സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ്, അവർ സ്വാലിഹീങ്ങളാണ് എന്നും ഖുർആൻ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഈ പറഞ്ഞ ഈ വാക്ക്, അല്ലാഹുവിന്റെ വാക്യങ്ങളെ, അല്ലാഹുവിന്റെ വചനങ്ങളെ, അല്ലാഹുവിന്റെ ആയാത്തുകളെ പാരായണം ചെയ്യുക, അത് ഒരു മനുഷ്യൻ നന്നാകുന്നതിന്റെ ഒരു ലക്ഷണമാണ്. നമുക്കറിയാം, നമ്മൾ കേൾക്കുന്നതും കാണുന്നതും പറയുന്നതും നമ്മളെ ജീവിതത്തെ മാറ്റിമറിക്കും.
ഒരു യുക്തിവാദിയുടെ പ്രസംഗമാണ് ഒരാൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവനിൽ ഒരു റെസ്പെക്ട് ആരോടും ഉണ്ടായിരിക്കുകയില്ല. അവരുടെ പ്രധാനമായിട്ടുള്ള വാക്കുകൾ തന്നെ നിന്ദിക്കുക എന്നുള്ളതാണ്. വിമർശനത്തെ വിശുദ്ധ ഇസ്ലാം സ്വാഗതം ചെയ്യുന്നു. മാന്യമായ ഭാഷണമാണെങ്കിൽ ഏതൊരാളോടും സംസാരിച്ചു നിൽക്കാൻ കഴിയുന്ന ആശയങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ എല്ലാ നിയമങ്ങളും, വിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും അങ്ങനെയാണുള്ളത്. ഏതൊരാളോടും നമുക്കതിന്റെ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. പക്ഷേ അവഹേളിക്കുന്നവരോടും നിന്ദിക്കുന്നവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. യുക്തിവാദികളുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇത് തന്നെയാണ്. അള്ളാഹുവിനെ ചീത്ത വിളിക്കുക, നബിയെ കേട്ടാൽ അറക്കുന്ന അസഭ്യവാക്കുകൾ പറയുക, ഭൗതികമായിട്ടുള്ള ഡിഗ്രികളൊക്കെ അവരുടെ പേരിന്റെ കൂടെ എഴുതി ചേർക്കപ്പെട്ട ആളുകളാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. സംസാരത്തിൽ മിതത്വമില്ല, റെസ്പെക്റ്റോടുകൂടെയുള്ള ഒരു പെരുമാറ്റമില്ല, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെയുള്ള ഒരു സംസാര രീതിയില്ല. ഇത് ഇന്നത്തെ ഇസ്ലാമിന് എതിരായിട്ടുള്ള യുക്തിവാദികളുടെ ചില നമ്പറുകളാണ്. ഇതൊക്കെ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ ദിനേന കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇത് അവരെ സ്വാധീനിക്കും. ഇതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കിതാബുകളിലൊക്കെ മഹാന്മാർ എഴുതി വെച്ചിട്ടുള്ളത്, ഇസ്ലാമിനെ നിന്ദിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഖുർആനും ഹദീസും വെച്ച് മറുപടി പറയാൻ കഴിയാത്ത ആളുകൾ അത് കേൾക്കരുത്. ഇതൊരു ഒളിച്ചോട്ടമല്ല. അവരുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കിയെടുക്കും, അവരുടെ വിശ്വാസങ്ങളെ അത് നശിപ്പിക്കും. മാന്യമായ ഭാഷയിലും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെയുള്ള രീതിയിലുമുള്ള സംശയമാണെങ്കിൽ ഏതൊരാളോടും സംസാരിക്കാനും പിടിച്ചു നിൽക്കാനുമുള്ള ആശയം ഏത് കാര്യത്തിലും വിശുദ്ധ ഇസ്ലാമിനുണ്ട്, ഖുർആനിനുണ്ട്. അപ്പൊ എന്തോ ആവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ നല്ല കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം നമ്മൾ പറയുന്നുവോ, എത്രത്തോളം നമ്മുടെ വാ കൊണ്ട് അത് നമ്മൾ ഓതുന്നുവോ, അതിനനുസരിച്ച് നന്മയുടെ ഒരു അംശം അവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങും. അവന്റെ വാക്കുകളെ അവന്റെ ഹൃദയം ഒരുപാട് സ്വാധീനിക്കുന്നു എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. നമ്മുടെ നാവ് കൊണ്ട് നമ്മളൊന്ന് ആലോചിക്കുക, ഇന്ന് നേരം പുലർന്നിട്ട് ഇത്രയും സമയമായി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞു. അതിലേതെല്ലാം നന്മയുണ്ട്, ഏതെല്ലാം കൊള്ളരുതായ്മയുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും, നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ നന്നാക്കുക. നല്ല വാക്കുകളിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്കുകൾ അത് വിശുദ്ധ ഖുർആനാണ്, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. ആദ്യം മുതൽ അവസാനം വരെ അത് പാരായണം ചെയ്യാൻ ഒരു പക്ഷേ അറിയില്ല എങ്കിലും അറിയുന്ന നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ചെറിയ സൂക്തങ്ങൾ ഏതൊരാൾക്കും കാണാതറിയുമല്ലോ. അത് നമ്മൾ പാരായണം ചെയ്യുക. മുൻവേദക്കാരിൽ നല്ല ആളുകളുടെ ലക്ഷണമായി ഒന്നാമതായി ഇവിടെ ഖുർആൻ പറയുന്നൊരു ഗുണം അതാണ്, യത്ലൂന ആയാതില്ലാഹി ആനാഅൽ ലൈൽ. രാത്രിയുടെ യാമങ്ങളിൽ അവർ അല്ലാഹുവിന്റെ വചനങ്ങളെ പാരായണം ചെയ്യും. വഹും യസ്ജുദൂൻ. അല്ലാഹുവിനെ അവർ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും, സുജൂദ് ചെയ്യുകയും ചെയ്തും തീർന്നില്ല. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും അവർ വിശ്വസിക്കുന്നവരാണ്. ആ ഒരു ബോധം അവരിലുള്ളവരാണ്. അല്ലാഹ് അറിയും ഞാൻ ചെയ്യുന്നത്, അല്ലാഹ് കാണും ഞാൻ ഈ പറയുന്നത്, അല്ലാഹ് അറിയും എന്റെ ആരും കാണാത്ത സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്താലും അല്ലാഹ് അറിയും എന്ന ഒരു ബോധം. ഇവിടെ ഞാൻ എന്ത് ചെയ്താലും പരലോകത്ത് അത് വിചാരണ ചെയ്യപ്പെടും എന്ന ഒരു ബോധം. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വയഅ്മുറൂന ബിൽ മഅറൂഫ്. നല്ലതുകൊണ്ട് കൽപ്പിക്കും, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കും. നമ്മുടെ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടൊന്ന് ആലോചിച്ചാൽ മതി. ഒരു നല്ല ഒരു കാര്യം ഒരാളോട് പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ അതിന് പുതിയ പേരിട്ടിരിക്കുന്നത് സദാചാര പോലീസ് എന്നാണ്.
പണ്ടത്തൊക്കെ നമ്മൾ പള്ളിയിൽ വരുമ്പോഴാണെങ്കിലും പള്ളിയുടെ പരിസരത്താണെങ്കിലും അവിടെയൊക്കെ വരുന്ന കുട്ടികൾക്ക് ഒരു പേടിയുണ്ട്. എന്താ? അത് ഏതെങ്കിലും കാരണവന്മാരോ ആരാണെങ്കിലും എന്നൊന്നൊന്ന് വഴക്ക് പറഞ്ഞ ഒരു പേടിയാ. എന്നതുണ്ടോ? ഇന്ന് അങ്ങനെ ആരെങ്കിലും കുട്ടികളോട് പറഞ്ഞ ആ പറഞ്ഞവന്റെ വീട്ടിലേക്ക് നമ്മൾ ജാതിയായിട്ട് പോകും. കുട്ടികളോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് എവിടെ എന്ത് നടന്നാലും ആർക്കും ഇന്ന് മിണ്ടാൻ പറ്റൂല്ലോ. അത് ഖുർആനിന്റെ ആശയത്തിനോട് എതിരാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാർക്ക് ചെറിയ ഒരു പ്രായം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ നമ്മുടെ ഹൗലും കരങ്കിൽ നിന്ന് വെള്ളം അധികമായിട്ട് തുറന്നുകൂടെ? ഹൗലിൽ നിന്ന് വെള്ളം കുറച്ച് അധികം കാലിലേട്ട് ഒഴിക്കൊക്കെ ചെയ്താൽ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഒരു കാരണം നോക്കിയിരുന്നു. അത് നമ്മൾ അനുസരിക്കുകയും ചെയ്തിരുന്നു. ഒരു പേടി ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പറയാനും അങ്ങനെ ആളില്ല. പറഞ്ഞാൽ തന്നെ അത് അനുസരിക്കൂല. പറഞ്ഞ് ആ കുട്ടിയെങ്ങാനും വീട്ടിൽ പോയി പറഞ്ഞാൽ അത് വലിയ കുടുംബ ലഹളകളായിട്ട് മാറും. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുക. അത് മുസ്ലിമായ ഒരാളുടെ കടമയാണ്, അവന്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യുന്നവർ. വയൻഹൗന അനിൽ മുൻകരി, വെറുക്കപ്പെട്ട കാര്യങ്ങളെ തടയുന്നവർ, വിരോധിക്കുന്നവർ. ചീത്തയായ കാര്യം ചെയ്യും, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നവർ, നല്ല കാര്യം ചെയ്യാൻ വേണ്ടി അവരോട് പ്രേരിപ്പിക്കുന്നവർ. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകൾ ഉത്സാഹത്തോടെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നവർ. ഉലൈക മിനസ് സ്വാലിഹീൻ, അവർ സ്വാലിഹീങ്ങളാണ്, അവർ നല്ലവരാണ്. അപ്പൊ നല്ലവരാണ് എന്ന് ഇവിടെ ഖുർആൻ പറഞ്ഞ ഈ ആളുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഖുർആൻ പാരായണം ചെയ്യുക, രാത്രിയിൽ നിസ്കരിക്കുക, അതേപോലെ അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുക, നല്ലത് കൽപ്പിക്കുക, ചീത്തയായ കാര്യം വിരോധിക്കുക, പിന്നെയോ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ഉത്സാഹത്തോടുകൂടെ ചെയ്യുക. നമ്മൾ വലിച്ച പ്രസംഗോ ക്ലാസ്സോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അന്ന് ഇശാ നിസ്കരിക്കാതെ ആയിരിക്കും ചിലപ്പോൾ ഇതും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിക്ക് എന്താ വരിക? നാളെ മുതൽ നന്നാവാം, നാളത്തെ സുബഹി മുതൽ നമുക്ക് പള്ളിയിൽ പോവാം, അല്ലെങ്കിൽ അല്ലാഹ് നിസ്കരിക്കാം. അന്നത്തെ ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. എന്നാ ഇപ്പൊ തന്നെ തുടങ്ങണമെന്ന് തോന്നൂല്ലോ. അങ്ങനെ നന്മയുള്ള കാര്യങ്ങളിൽ വേഗം ചെയ്യാൻ തോന്നുക, അത് സ്വാലിഹീങ്ങൾക്കേ കഴിയുള്ളൂ എന്നാണ്. നാളക്ക് വെക്കുന്ന കാര്യം ഉണ്ടല്ലോ, നല്ല കാര്യങ്ങൾ. ഈ നാളക്ക് വെക്കുന്ന കാര്യം അത് നടക്കൂല. അത് ഇബ്ലീസാണ് നമ്മളെ കൊണ്ട് നാളേക്ക് വെപ്പിക്കുന്നത്. ഇന്ന് ഇശാ നിസ്കരിക്കാത്ത ഒരാള് സുബഹി വാങ്ങി കൊടുക്കുന്നത് വരെ അവന് സമയമുണ്ട്. അപ്പൊ നന്നാവണം, നാളെ സുബഹി മുതൽ എനിക്ക് നന്നാവാന്ന് നോക്കണ്ട, അപ്പൊ തന്നെ നിസ്കരിച്ചു തുടങ്ങണം. ഇശാ നിസ്കരിക്കാത്ത ആളാണെങ്കിൽ പഠിച്ചവനെ, അത് സ്വാലിഹീങ്ങളുടെ ഗുണമാണ്. അല്ലാഹു തആല അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വർത്തമാന കാലഘട്ടങ്ങളിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയും ഇത് തന്നെയാണ്. നല്ലതും ചീത്തയും ആകെ കപകുപയാക്കി ഒരാളോടും റെസ്പെക്റ്റ് ഇല്ലാത്ത സംസാരങ്ങൾ, നിന്ദിക്കലുകൾ, ബഹുമാനമില്ലാത്ത അവസ്ഥകൾ, ഇതെല്ലാം കേട്ട് നമ്മുടെ മനസ്സ് ആകെ മരവിച്ചിരിക്കുക. ഇനി നല്ലതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ യാന്ത്രികമായി ഇങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? പല കാര്യങ്ങളും കേട്ട് അതിനൊന്നും മറുപടി സ്വയം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ആരോടെങ്കിലും ചോദിക്കാൻ നമുക്ക് മനസ്സുമില്ല. ഇനി ചോദിക്കുന്ന ആള് ചിലപ്പോൾ അതിന് നല്ല രീതിയിൽ മറുപടിയും പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ അവന്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കും. ചെയ്യുന്ന അമലുകളിൽ പോലും ഇഖ്ലാസ് ഇല്ലാത്തവരും കാട്ടിക്കൂട്ടലുകളായി മാറും. ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നിസ്കരിക്കാനും ഒരുപക്ഷെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യം, അത് നമ്മൾ പേടിക്കേണ്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അവസാന നാളാകുമ്പോ, നേരം പുലരുമ്പോ അവൻ അവിശ്വാസിയായിട്ടുണ്ടാകും. നേരം പുലരുമ്പോ വിശ്വാസിയായ ഒരാൾ വൈകുന്നേരം അവിശ്വാസിയായിട്ടുണ്ടാകും. പക്ഷെ അവനതറിയുകയില്ല. അവന്റെ വാക്കുകൾ, അവന്റെ ചെയ്തികൾ, അവന്റെ ചിന്തകൾ, ഈ രീതിയിലുള്ള ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിൽ വരും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വരും, അത് വരാതിരിക്കൊന്നുമില്ല. അത് നമ്മളെ ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ചെയ്യേണ്ട പണി. നല്ലത് മാത്രം നമ്മൾ കാണുക,
നല്ലത് മാത്രം നമ്മൾ കേൾക്കുക. എവിടെയെങ്കിലും ഒരു സംശയത്തിന്റെ ധ്വനി വന്നാൽ, സംശയത്തിന്റെ ഒരു ലാഞ്ചന ഹൃദയങ്ങളിൽ വന്നാൽ, അത് തീർക്കാൻ പറ്റുന്ന ആളുകളോട് പോയി നമ്മൾ അത് തീർക്കുക. ആവശ്യമുള്ളത് നമ്മുടെ ജീവിതത്തിന്, ഭൗതികമായ ജീവിതത്തിന്, പരലോകത്തിലുള്ള ജീവിതത്തിന് ഉപകാരമുള്ളത് മാത്രം കേൾക്കുകയും പറയുകയും ചെയ്യുക. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ നമ്മൾ പാരായണം ചെയ്യുക. ഇത് അവന്റെ ഹൃദയത്തിലേക്ക് ഇറക്കുകയും ഹൃദയത്തിനൊരു സമാധാനമുണ്ടാക്കുകയും അതിലൂടെ അവന്റെ ഹൃദയം ശാന്തമായി ശുദ്ധമായിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും അവനിൽ വരും. എല്ലാം കേട്ട് എല്ലാം മനസ്സിനകത്ത് കയറിയാൽ ഒന്നിലും വിശ്വാസമില്ലാതെ ചെയ്യുന്നതൊരു യാന്ത്രികമായി ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ വരും. അവസാന നാളുകളിൽ വിശ്വാസമില്ലാത്ത ചണ്ടികളായിരിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞ ആ വിഭാഗത്തിൽ അകപ്പെടും അത്തരത്തിലുള്ള ആളുകൾ. അതുകൊണ്ട് അതിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു മാർഗം, ഒന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പേജെങ്കിലും ഓതാൻ അറിയാത്ത ആളുകൾ ചെറിയ സൂറത്തെങ്കിലും ഓരോ ദിവസവും ഫാത്തിഹ, ഇതിനൊക്കെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇത് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കിട്ട് എപ്പോഴാണ് ഓതാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ആ ടൈം നമ്മൾ ക്രമീകരിച്ച് അത് നമ്മളെ നാവ് കൊണ്ട് പറയുമ്പോൾ അതിൻ്റെതായ ഒരു സ്വാധീനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അങ്ങനെയേ ഇനി ലോകത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലാഹു തആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയുന്നതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു നല്ല മനസ്സ് അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം നൽകണേ റഹ്മാൻ.